ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ്. അതിനുള്ള മാമ്പഴം ഒരു കലത്തിലേക്കിട്ടു. അതിലേക്ക് ഉപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 സ്പൂൺ മുളക് പൊടി. അതിനുശേഷം നന്നായി യോജിപ്പിക്കാം. ഞാൻ യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ മാമ്പഴം മൺകലത്തിൽ വെച്ചിരിക്കുന്നത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. നാളികേരം ചിരകിയത്, പിന്നെ ആവശ്യമായിട്ടുള്ളത് വെള്ളുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. നാളികേരത്തോടൊപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു പച്ചമുളക്, 4 വെള്ളുള്ളി, 4 ചുവന്നുള്ളി, പിന്നെ അല്പം ജീരകം കൂടി ചേർക്കണം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴം വെന്തോന്ന് നോക്കാം. മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അരപ്പൊക്കെ നന്നായിട്ട് മാമ്പഴത്തിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അധികം തിളച്ച് പോകരുത്. തിളച്ച് പോയാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും. അപ്പം നമുക്കതൊന്ന് വന്ന് തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ഓഫ് ചെയ്യണ്ട. അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. മോര് ആയാലും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കടുക്, മുളകും വേപ്പിലെല്ലാം താളിച്ച് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.